ദേശീയ മത്സ്യകർഷക ദിനാചരണത്തോടനുബന്ധിച്ച് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സെമിനാറും മത്സ്യകർഷകരെ ആദരിക്കലും നടന്നു. ഫിഷറീസ് വകുപ്പിന്റെയും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണഗതിയിൽ കടലിലെ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഇക്കോളജിക്കലായിട്ടുള്ള മാറ്റമാണ്. നമ്മുടെ ആഗോളതാപനത്തിന്റെ ഭാഗമായി കടലിലെ എന്താ പറയാ ഊഷ്മാവ് വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജലോപരിതലത്തിലുള്ള മത്സ്യങ്ങളാകെ തന്നെ മാറിപ്പോകുന്ന അതോടെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം അന്വേഷിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ കടലിലെ മത്സ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇപ്പോ വിശ്വസിച്ചു കഴിക്കാവുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് പ്ലാസ്റ്റിക്കിന്റെ ആവിർഭാവമാണ്. കടലിൽ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് നമ്മൾ അറിഞ്ഞോ അറിയാതെ ആ കടലിലെത്തുന്ന ഈ പ്ലാസ്റ്റിക് വളരെ ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ട് മത്സ്യങ്ങൾ ഭക്ഷിക്കുകയും. അമൃത ഗോപൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മത്സ്യ കർഷകരെ ആദരിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ വിവിധ അക്വാകൾച്ചർ പദ്ധതികളെക്കുറിച്ച് അമൃത ഗോപൻ, കൃപ എന്നിവർ സെമിനാർ അവതരണം നടത്തി. ചടങ്ങിൽ ആർ ഗായത്രി, എം എ നജീബ്, കെ പ്രഭാകരൻ, നസ്രത്ത് എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്, പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.